ഇന്നായിരുന്നു അവളുടെ വിവാഹം. വീട്ടുകാരാൽ സ്വന്തം ജീവിതം ബലിയാടേക്കേണ്ടി വന്നവൾ ഇവൾ ആതിര. മേലേടത്ത് രഘുവിൻ്റെയും മായയുടെയും 3 മക്കളിൽ മൂത്തവൾ. എന്നാൽ മേലേടത്ത് ഇവളെന്നും അധികപ്പറ്റ് തന്നെയായിരുന്നു. അതിന് കാരണം ഇവളുടെ നിറമില്ലായ്മയും. തൻ്റെ മക്കൾ മൂവരും നല്ല നിറമുള്ളവർ ആയിരിക്കണമെന്നായിരുന്നു രഘുവിൻ്റെയും മായയുടെയും ആഗ്രഹം. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആതിരയുടെ ജനനം. അവർ ആഗ്രഹിച്ചതിൻ്റെ എതിർരൂപമായിരുന്നു അവളുടേത്. അതുകൊണ്ട് തന്നെ അവൾ ജനിച്ച നിമിഷം തൊട്ടേ അവളുടെ അച്ഛനും അമ്മയും അവജ്ഞയോടെയാണ് അവളെ നോക്കിക്കണ്ടത്. അവിടെ അവൾക്ക് ഏക ആശ്രയം അവളുടെ മുത്തശ്ശിയമ്മയും മുത്തശ്ശനുമായിരുന്നു. വിശന്ന് കരയുമ്പോൾ പോലും മായ ഒരു തുള്ളി പാൽ പോലും നൽകാതെ അവർ അവളിൽ നിന്നും മുഖം തിരിക്കലായിരുന്നു. അവളുടെ അച്ഛനും അങ്ങനെ തന്നെ. ഇതൊക്കെ കണ്ട് അവളുടെ അച്ഛമ്മ മായയെയും രഘുവിനെയും എന്നും ശാസിക്കുമായിരുന്നു. എന്നാൽ അതൊന്നും അവരെ ബാധിക്കാത്ത വിധത്തിലായിരുന്നു അവരുടെ പ്രവർത്തികളൊക്കെ. ആതിരയ്ക്ക് 5 വയസ്സ് തികഞ്ഞപ്പോഴാണ് ആരതിയുടെയും അശ്വതിയുടെയും ജനനം. അതും അവർ ആഗ്രഹിച്ചതുപോലെ വെളുത്ത സുന്ദരികളായ 2 പെൺകുട്ടികൾ. അവരുടെ വരവോടെ അവർ ആതിരെ പൂർണ്ണമായും ഇവർ തഴഞ്ഞിരുന്നു. പിന്നീടങ്ങോട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ശകാരം കേട്ടുകൊണ്ടാണ് അവൾ വളർന്നത്. അവളുടെ നിറത്തെ ചൊല്ലി നിരന്തരം അവർ അവളെ പരിഹസിക്കുമായിരുന്നു. ആ കൊച്ചു പെണ്ണിന് താങ്ങാൻ കഴിയാവുന്ന വേദനയിൽ കൂടുതൽ അവർ അവൾക്കോരോ ദിനവും നൽകിക്കൊണ്ടിരുന്നു. അവിടെ ഒരു സഹായമെന്ന് പറയുന്നത് അവളുടെ മുത്തശ്ശി മാത്രമായിരുന്നു. എന്നാൽ അവളുടെ 10ാം വയസ്സിൽ ആ സ്നേഹവും അവൾക്ക് നഷ്ടമായി. അതിനുശേഷം ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും പോയിരുന്നു. അവരുടെ മരണശേഷം മേലേടത്തെ ഒരു ജോലിക്കാരിയായിട്ടായിരുന്നു പിന്നീട് അവളുടെ ജീവിതം. സ്വന്തം സഹോദരിമാരോട് പോലും അവളുടെ അച്ഛനും അമ്മയും അവളോട് ഇടപഴകുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. ആദ്യമൊക്കെ വലിയ വേദന തോന്നിയെങ്കിലും പതിയെ പതിയെ അവളതുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മേലേടത്തെ രഘുവിൻ്റെയും മായയുടെയും മകളായിട്ട് ആയിരുന്നില്ല ആതിരയുടെ ജീവിതം. അവിടുത്തെ വെറും ഒരു ജോലിക്കാരി എന്ന നിലയിൽ. ആരോടും പരാതി പറയാതെ അവൾ ആ ജീവിതം മുന്നോട്ട് നയിച്ചു. ഇന്നവൾക്ക് 20 വയസ്സ്. സ്വന്തം ജീവിതം ജനിപ്പിച്ചവർക്ക് വേണ്ടി ബലിയാടാക്കുന്ന ദിവസം. സംഭവം എന്താണെന്നല്ലേ? ഇന്നാണ് ആതിരയുടെ വിവാഹം. അതും നാട്ടിലെ അറിയപ്പെടുന്ന ഗുണ്ടയും പലിശക്കാരനുമായ കാർത്തികേയനുമായി. അയാളെ കാണുന്നത് പോലും ആതിരയ്ക്ക് ഭയമാണ്. അവൾക്ക് മാത്രമല്ല, ആ നാട്ടിലുള്ള ഏവർക്കും. അത്രയ്ക്ക് കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യനാണ് കാർത്തികേയൻ. അയാളുടെ കയ്യിൽ നിന്നും മായ പല ആവശ്യങ്ങൾക്കായി ഏതാണ്ട് 1.5 ലക്ഷം രൂപയിലധികം പണം അയാളിൽ നിന്നും കൈപ്പറ്റിയിരുന്നു. എന്നാൽ അത് പറഞ്ഞ സമയത്തിന് അടയ്ക്കാൻ മായയ്ക്കോ അവരുടെ ഭർത്താവിനോ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പണത്തിൻ്റെ ഇരട്ടി പണം കാർത്തികേയന് കൊടുക്കേണ്ട സാഹചര്യം അവർക്ക് വന്നു ചേർന്നു. അങ്ങനെ അയാൾക്ക് കിട്ടാനുള്ള പണത്തിന് വേണ്ടി രഘുവിൻ്റെ വീട് കയറിയിറങ്ങുന്നത് കാർത്തികേയൻ ഒരു പതിവാക്കി. കാർത്തികേയൻ്റെ സ്വഭാവം അറിയുന്ന മായയ്ക്കും രഘുവിനും അവൻ്റെ ഈ വരവ് തടയാനാകുമായിരുന്നില്ല. കാരണം അതുപോലെ ആൾബലവും ശക്തിയും പണവുമുള്ള വ്യക്തിയാണ് കാർത്തികേയൻ. അവനെ തോൽപ്പിക്കാൻ, അവനോട് എതിർത്തു സംസാരിക്കാൻ ആ കരയിലുള്ള ഒരാൾക്കും ധൈര്യമുണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ രഘു എങ്ങനെയാണെങ്കിലും അയാളുടെ കടം തീർക്കണമെന്ന് നിശ്ചയിച്ചു. എന്നാൽ ആതിര ഒഴിച്ചുള്ള തൻ്റെ ബാക്കിയുള്ള പെൺമക്കളെ ഓർത്ത് അയാൾ ഒരു നിമിഷം മടിച്ചു നിന്നു. ആ സമയത്താണ് കാർത്തികേയൻ പണത്തിന് പകരം ആതിരെ അയാൾ പകരമായി ചോദിച്ചത്. അയാളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ ആതിരയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് മായയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ
അവളെ കാർത്തികേയന് കൊടുക്കാൻ അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. എന്നാൽ രഘുവിനതിന് ചെറിയ രീതിയിലുള്ള താല്പര്യക്കുറവ് ആദ്യം പ്രകടിപ്പിച്ചതാണെങ്കിലും മായയുടെ നിർബന്ധം മൂലം അയാളും ആ ബന്ധത്തെ അനുകൂലിച്ചു. അങ്ങനെ ഓരോന്നാലോചിച്ചിരിക്കുമ്പോഴാണ് കരുത്താർന്ന 2 കൈകൾ അവളുടെ കഴുത്തിലേക്ക് ചേർന്നത്. ആ താലിമാല അവളുടെ കഴുത്തിൽ മുറുകുമ്പോൾ അതിനെ തടയാൻ കഴിയാതെ മൗനമായി ഇരിക്കുവാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. താലികെട്ട് കഴിഞ്ഞ് നെറുകയിൽ സിന്ദൂരം ചാർത്തി അയാൾ അവളിൽ നിന്നും അകലുമ്പോൾ അവരുടെ മിഴികൾ അവർ പോലും അറിയാതെ ഒരു നിമിഷം കൊരുത്തു. അവളുടെ നിറമിഴികൾ കണ്ടതും അവൻ അവളിൽ നിന്നും നോട്ടം പിൻവലിച്ചുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് അവൻ തൻ്റെ മിഴികളെ പായിച്ചു. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം ആതിര തൻ്റെ സുഹൃത്തായ ലക്ഷ്മിയോട് സംസാരിക്കുകയാണ്. അവളുടെ നീർമിഴികൾ കണ്ടതും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചു. ഡാ, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ കാർത്തികേയൻ്റെ ഈ വരവ് നാശത്തിലേക്കാണെന്ന്. അയാൾ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് പറ്റില്ലെന്ന് പറയാറുന്നില്ലേ? ലക്ഷ്മി അവളെ കുറ്റപ്പെടുത്തി. ആരോട് പറയാൻ? എന്നെ കേൾക്കാൻ, മനസ്സിലാക്കാൻ മേലേടത്ത് ആരും തന്നെയില്ല. എല്ലാവർക്കും ആതിര എന്ന ഈ ഞാൻ ഒരു ഭാരമാണ്. നിറമില്ലായ്മ ഒരു ശാപമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കുടുംബത്തിലൂടെയാണ്. സ്വന്തം മകളായിട്ട് പോലും എൻ്റെ അച്ഛനും അമ്മയും നിറത്തിൻ്റെ പേരിൽ എന്നെ അവരിൽ നിന്നും അകറ്റി നിർത്തി. ഒരു കുഞ്ഞിന് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും നിറം കിട്ടാത്തതിന് അവരുടെ കുഴപ്പം കൊണ്ടാണോ ലക്ഷ്മി? ചെറുപ്പം മുതൽ ഈ കുറവുകൾ കണ്ടാണ് ഞാൻ വളർന്നത്. ഒരു വിവാഹം പോലും എൻ്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ കാക്ക കറുമ്പിയായി എനിക്ക് ആര് ചെക്കനെ തരാനാണ്? പോരാത്തതിന് തടിച്ചിയും. അവൾ തൻ്റെ കുറവുകൾ ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ അവളുടെ മനസ്സിലുള്ള വിഷമമാണെന്ന് ലക്ഷ്മിക്കും വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മറുപടി ഒന്നും പറയാതെ ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചു. അല്പനേരത്തിനു ശേഷം കാർത്തികേയൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ആതിരയും ലക്ഷ്മിയും അവരുടെ ആ സൗഹൃദ ലോകത്തു നിന്നും പുറത്തേക്ക് വന്നത്. ദേ കൊച്ചേ, നമുക്ക് പോണ്ടേ? ഇപ്പം തന്നെ സമയം ഒരുപാടായി. ഇനി നോക്കിയിരുന്ന വീട്ടിലെത്താൻ ഒരുപാട് വൈകും. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആതിരയുടെ കൈകളിൽ പിടിച്ചു വലിച്ച്. അത് കണ്ടതും ലക്ഷ്മിക്കാകെ പെരുത്ത് കയറി. എടോ, താൻ എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്? ഞാനെന്ത് തോന്നിവാസം കാണിച്ചെന്നാ കൊച്ചേ നീ പറയുന്നേ? ഡോ, കൂടുതൽ നിന്ന് ചിലക്കാതെ അവളുടെ കയ്യിൽ നിന്നും പിടിവിടാൻ നോക്ക്. ആഹാ, അത് കൊള്ളാലോ. ഞാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ കൈകളിലാണ്. എനിക്ക് അവകാശപ്പെട്ട എൻ്റെ ഭാര്യയുടെ കൈകളിൽ. അതിൽ ചോദ്യം ചെയ്യാൻ മാത്രം താൻ വളർന്നോ? എടോ ഗുണ്ടേ, താൻ കൂടുതൽ കഥാപ്രസംഗം എന്നോട് പറയരുത്. ഇവളുടെ വീട്ടുകാർ എന്തേലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരോട് വേണം തീർക്കാൻ, അല്ലാതെ അവരുടെ മക്കളോടല്ല. ലക്ഷ്മി തൻ്റെ ഉള്ളിലെ ദേഷ്യവും അമർഷവും എല്ലാം അയാളുടെ മുന്നിൽ വെളിപ്പെടുത്തി. എന്നാൽ ഇതൊക്കെ കേട്ട് കാർത്തികേയൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയാണ് വിരിഞ്ഞത്. ആ വിരിഞ്ഞ പുഞ്ചിരിയോടെ തന്നെ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എടോ, നിന്റെ ഉള്ളിലെ അമർഷവും ദേഷ്യവും ഒക്കെ എനിക്കറിയാം. അതൊക്കെ തനിക്കിവളോടുള്ള സ്നേഹക്കൂടുതലാണ്. എന്തായാലും തൻ്റെ കൂട്ടുകാരി ഞാൻ കാരണം ഒരിക്കലും വേദനിക്കില്ല. അതുപോലെ ഞാൻ കാരണം ഇവളുടെ കണ്ണുകളും നിറയില്ല. ഇത് ഞാൻ നിനക്ക് നൽകുന്ന വാക്കാണ്. പിന്നെ ഇയാൾക്ക് ഇവളെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ അവളെ കൊണ്ട് അവളുടെ മാതാപിതാക്കളുടെ നേരെ തിരിഞ്ഞു. ഞാൻ കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ ഈ അപശകുനം പിടിച്ചവളെ. ഇനി ഇവളെ കൊണ്ട് ഒരു ശല്യവും നിങ്ങൾക്കുണ്ടാകില്ല. ഇന്ന് ഈ നിമിഷം കൊണ്ട് ഇവളും നിങ്ങളും തമ്മിലുള്ള എല്ലാ ബാധ്യതകളും തീർന്നു. അയ്യോ മോനെ,
അത് കേട്ടതും രഘുവിൻ്റെ സ്വരമുയർന്നു. മോനോ? ഏത് വകയിൽ? അയാൾ അവരോട് പുച്ഛത്തോടെ തിരക്കി. അത് മോനെ, ആതിര ഞങ്ങളുടെ മകളല്ലേ. അവളുടെ ഭർത്താവായ നീ ഞങ്ങൾക്ക് മരുമകനല്ലേ. ഓഹോ, അങ്ങനെ. അപ്പോ ആതിര നിങ്ങൾക്ക് മകൾ തന്നെയായിരുന്നു അല്ലേ? അവൻ അവരോട് പുച്ഛത്തോടെ ചോദിച്ചു. അത് പിന്നെ മോനെ, ആതിര. അയാൾ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പരുങ്ങി. എന്താ അമ്മായി അച്ഛന് ഉത്തരവില്ലേ? അവൻ പുച്ഛത്തോടെ തുടർന്നു. എന്തായാലും കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. നിങ്ങൾക്കൊന്നും വേണ്ടാത്ത ഇവളെ ഞാൻ കൊണ്ടുപോകുന്നു എൻ്റെ കൊട്ടാരത്തിലേക്ക്. ഇനി ഇവൾക്ക് സ്വന്തമെന്ന് പറയാൻ അവളുടെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയേ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ കാർത്തികേയൻ സാറേ? ഇവൾ ഞങ്ങളുടെ മകളല്ലേ. കെട്ടിച്ചു വിട്ടെന്ന് കരുതി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇല്ലാതാകുമോ? എൻ്റെ പൊന്നമ്മായിയമ്മേ, ഉത്തരവാദിത്തത്തെക്കുറിച്ച് എന്നോട് പറയരുത്. നിങ്ങളുടെ ഉത്തരവാദിത്തം ഈ ആലോചന മുന്നിൽ വെച്ചപ്പോൾ തന്നെ മനസ്സിലായതാണ്. ഇവൾ നിങ്ങളുടെ സ്വന്തം മകൾ തന്നെയല്ലേ. ആരതിക്കും അശ്വതിക്കുമുള്ള അതേ അവകാശം ഇവൾക്കും ആ വീട്ടിലില്ലേ? എന്നിട്ടും ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ പരിഗണനയെങ്കിലും നിങ്ങൾ ഈ പെണ്ണിന് കൊടുത്തോ? അവൻ അവൾക്ക് വേണ്ടി അവരുടെ നേരെ പൊട്ടിത്തെറിച്ചു. ഓഹോ, ഈ പറയുന്ന സാർ ഇവളെ കെട്ടിയത് പ്രേമം കൊണ്ടൊന്നും അല്ലല്ലോ. തൻ്റെ അച്ഛനെയും അമ്മയും കുറ്റപ്പെടുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ അശ്വതിയുടെ സ്വരം അയാൾക്ക് നേരെ ഉയർന്നതും അടുത്ത നിമിഷം തന്നെ അയാളുടെ കൈവിരലുകൾ അവളുടെ കവിളിൽ ശക്തിയാൽ പതിഞ്ഞു. ഈ നിൽക്കുന്നത് നിന്റെ ചേച്ചിയാണ്. നിനക്കൊക്കെയുള്ള അതേ അവകാശം ഈ കുടുംബത്തിൽ ഇവൾക്കുമുണ്ട്. സ്വന്തം കുടുംബത്തിലുള്ളവരെ ആദ്യം നീയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കേ. അല്ലെങ്കിൽ എന്നെപ്പോലെ ഉള്ളവർക്ക് നിന്നെയൊക്കെ ഇത് പഠിപ്പിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. കാർത്തികേയൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഇടയിലിട്ട് അവരെ പരിഹസിച്ചു. ഓഹോ, അപ്പം നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ? തൻ്റെ മക്കളെ അപമാനിച്ചതും രഘുവിൻ്റെ സ്വരം കാർത്തികേയൻ്റെ നേരെ ഉയർന്നു. എൻ്റെ ശരിയും തെറ്റും താൻ നോക്കണ്ട. എൻ്റെ കയ്യിൽ നിന്നും തൻ്റെ ഭാര്യ ഉളുപ്പില്ലാതെ കാശെണ്ണി വാങ്ങിക്കുമ്പോൾ ഈ ശരിയും തെറ്റും ഞാൻ ആരുടെയും പക്കൽ നിന്നും കണ്ടില്ല. വാങ്ങിയ ക്യാഷ് തിരിച്ചു തരാനോ അല്ലെങ്കിൽ അതേപ്പറ്റിയൊന്ന് സംസാരിക്കാനോ നിങ്ങൾക്കോ നിങ്ങളുടെ ഭാര്യയ്ക്കോ കഴിഞ്ഞില്ല. വർഷം 1.5 എൻ്റെ ക്യാഷും വാങ്ങി എന്നെ പറ്റിച്ച് നടക്കുന്നു. പിന്നെ ആതിര, അവളെ എനിക്ക് തന്നത് നിങ്ങളൊക്കെ കൂടിയാണ്. സർ, ഇതെന്തൊക്കെയാ പറയുന്നേ? ആതിരയുടെ അച്ഛനോട് കയർത്ത് സംസാരിക്കുന്ന കാർത്തികേയനെ കണ്ട ലക്ഷ്മി അവനോട് തിരക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ ക്യാഷ് മടക്കി തരണമെന്നാവശ്യപ്പെട്ട് ഞാൻ പലതവണ ഇവരുടെ വീട്ടിൽ കയറി ചെന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ എനിക്ക് കോഫിയും മറ്റും കൊണ്ടുതരുന്നത് ഇവളായിരുന്നു. അന്ന് മുതൽ ഞാനിവളെ ശ്രദ്ധിക്കുമായിരുന്നു. സ്വന്തം വീട്ടിൽ ഒരു അടുക്കളക്കാരിയായി ഇവൾ ഒതുങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു. ഇവിടുത്തെ മുത്തച്ഛൻ എൻ്റെ അച്ചച്ചൻ്റെ കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ ഇയാളുടെ മകളാണെന്നുള്ള കാര്യം എൻ്റെ അച്ചച്ചൻ പറഞ്ഞ് എനിക്കറിയായിരുന്നു. ചെറുപ്പം മുതലുള്ള ഇവളുടെ കഷ്ടപ്പാട് ആരും പറയാതെ തന്നെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കുട്ടി ഞാൻ ഇവളെ ശ്രദ്ധിച്ചത്. അതിന് ഈ സ്ത്രീ മറ്റൊരു നിറം നൽകി. പണത്തിന് പകരം ഇവളെ മതിയോ എന്നുള്ള ഇവരുടെ ചോദ്യമാണ് എന്നെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചത്. ഒറ്റത്തടിയായി എനിക്ക് ഒരു കൂട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ആതിരയാണെങ്കിൽ അവളെയും ഈ നരകത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചപ്പോൾ ഞാനിതിന് കൂട്ടുനിന്നത്. അയാൾ ലക്ഷ്മിയോട് പറഞ്ഞു നിർത്തിയതും അവൾ വെറുപ്പോടെ മായയെ നോക്കി. നിങ്ങളൊക്കെ ഒരമ്മ തന്നെയാണോ? സ്വന്തം മകൾക്ക് വിലയിടാൻ നിങ്ങൾക്കെങ്ങനെ മനസ്സ് വന്നു? അവൾ പുച്ഛത്തോടെ അവരോട് ചോദിച്ചു. ഇവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടി.
ഇവർ ഇവളിൽ കണ്ട കുറ്റം ഇവളുടെ നിറമില്ലായ്മയാണ്. എന്നാ ഇവളുടെ മനസ്സിൻ്റെ നിറവും സൗന്ദര്യവും ഇവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവൾ ഈ വീട്ടിൽ അനുഭവിച്ചത് 1-2 വാക്കുകളിലൂടെ പറഞ്ഞാൽ തീരുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് വിടാൻ കുട്ടി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആതിരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മാതാപിതാക്കളുടെ നേരെ തിരിഞ്ഞു. ഞാൻ ഇവളെ കൊണ്ടുപോവുകയാ. ഇനി ആരും ഇവളുടെ അവകാശം പറഞ്ഞുകൊണ്ട് എൻ്റെ മുൻപിലേക്ക് വന്നേക്കരുത്. ഇവളെ ഒന്ന് കാണുവാനോ സംസാരിക്കാനോ ഈ കുടുംബത്തിലുള്ള ഒരു മനുഷ്യക്കുഞ്ഞിന് പോലും അർഹതയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൂട്ടി തിരിഞ്ഞു നടന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് മനുഷ്യരും അവിടെ ഉണ്ടായിരുന്നു. അവരും ആതിരയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുവാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു അവൾക്ക് അവൾ ആ നാട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും. ആതിര കാർത്തികേയന്റെ കൂടെ പോയതും ആ അമ്പലത്തിൽ ആ സമയം തൊഴാൻ വന്ന ആളുകൾ എല്ലാവരും രഘുവിനെയും മായയെയും പരസ്യമായും അല്ലാതെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാതെ മായ മക്കളെയും ഭർത്താവിനെയും കൂട്ടി അവിടെ നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടു. ആ പോകുന്ന വഴിക്കും മായയുടെ സംസാരം ആ കൊച്ചു പെണ്ണിനെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. അവളുടെ നാശം ആഗ്രഹിച്ചിരുന്ന മായയ്ക്ക് കാർത്തികേയന്റെ തുറന്നു പറച്ചിൽ ഒരടി കിട്ടിയ മാതിരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും എത്രയും പെട്ടെന്ന് പിരിയണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. എൻ്റെ പൊന്നമ്മേ, ആ ചേട്ടൻ പറഞ്ഞതിൽ എന്ത് തെറ്റാ ഉള്ളത്? അല്ലെങ്കിൽ തന്നെ ചേച്ചി എന്ത് തെറ്റാ അമ്മയോടും അച്ഛനോടും ചെയ്തത്? ഒരാൾക്ക് കറുപ്പ് നിറം വരുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ലെന്ന് ആദ്യം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്ക്. ഓഹോ, ഇത്ര പെട്ടെന്ന് നീയൊക്കെ അവളുടെ ഫാനായി മാറിയോ? അവൾ നിന്നേടത്ത് നിന്നും അല്പം മുൻപോട്ട് നടന്നതിന് ശേഷം തുടർന്ന് പറഞ്ഞു. ഞാൻ ആരുടെയും ഫാനും ലൈറ്റും ഒന്നുമല്ല. എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ആ ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ആതിരേച്ചിക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ഈ വീട്? ഒരു സമാധാനം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരൂടി ധൂർത്തടി കാരണം ആ ചേച്ചിക്ക് നഷ്ടമായത് അവളുടെ ജീവിതം തന്നെയാണ്. നാളെ ഇതുപോലെ ബാധ്യതകൾ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെയും വിൽക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ആരതി സ്വന്തം വീട്ടുകാരുടെ നേരെ പൊട്ടിത്തെറിച്ചു. അവളുടെ മൂർച്ചയേറിയ വാക്കുകൾ കേട്ട് എന്ത് പറയണമെന്നറിയാതെ അവളുടെ അച്ഛനും അമ്മയും ഒരു നിമിഷം പകച്ചുപോയി. എന്താ അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴൊന്നും പറയാനില്ലേ? ആരതിയുടെ ശബ്ദം വീണ്ടും ഉയർന്നതും മായ ആ പകപ്പിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവരുടെ നേരെ തിരിഞ്ഞു. ഓഹോ, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും നിനക്കൊക്കെ വലിയ കുറ്റക്കാർ അല്ലേ? നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ എല്ലാം ചെയ്തത്. എന്നിട്ടും നിങ്ങൾക്കൊക്കെ ഞങ്ങൾ വെറുക്കപ്പെട്ടവർ. മായ അവരുടെ നേരെ കുരയ്ക്കാൻ തുടങ്ങിയതും ആരതിയെ സപ്പോർട്ട് ചെയ്ത് അശ്വതിയും രംഗത്തിറങ്ങി. നിങ്ങൾ കൂടുതൽ ഒച്ച എടുക്കുകയൊന്നും വേണ്ട. ഞങ്ങളില്ലാത്തതൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഉള്ളത് തന്നെയാ. കാർത്തികേട്ടൻ പറഞ്ഞതുപോലെ ആദിയേച്ചി നിങ്ങളുടെ മകൾ തന്നെയല്ലേ? നിറത്തിൻ്റെ പേരിൽ നിങ്ങൾ അവരെ ഒതുക്കി നിർത്തുമ്പോഴും ഒരു പരാതി പോലും പറയാതെ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നാ നിങ്ങളോ? അവർ പുച്ഛത്തോടെ ചോദിച്ചു. ഞങ്ങൾക്ക് വേണ്ട ആ കറമ്പിയുടെ സ്നേഹം. അവൾ ഒറ്റൊരുത്തി കാരണമാ എനിക്കെൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടത്. അതുപോലെ നിങ്ങളുടെ അച്ഛന് ആക്സിഡൻ്റ് ആയത് ഈ മോളുടെ 1ാം പിറന്നാളിനാണ്. ആ ആക്സിഡൻറ്റിൽ നിങ്ങളുടെ അച്ഛന് നഷ്ടമായത് അദ്ദേഹത്തിൻ്റെ ഒരു കാലായിരുന്നു. അതുപോലെ പെട്ടെന്നുള്ള അച്ഛൻ പെങ്ങളുടെ മരണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവളുടെ ജനനത്തോടെ ഈ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ശാന്തി വന്നത് നിങ്ങളുടെ ജനനത്തോടെയാണ് മക്കളെ. അത്രയ്ക്ക് ദോഷജാതകമാണ് അവളുടേത്. ഇനി അനുഭവിക്കാൻ പോകുന്നത് കാർത്തികേയനാണ്. അവൻ്റെ കുടുംബം ഇവൾ കാരണം ഇല്ലാതാകും. നിങ്ങൾ നോക്കിക്കോ. എങ്ങനെയമ്മേ നിങ്ങൾക്കിങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നേ? നിങ്ങൾ 10 മാസം ചുമന്ന് പെറ്റെന്നല്ലേ ആതിരേച്ചിയെയും? അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവർ അവളെ പ്രാഗിക്കൊണ്ടിരുന്നു. അതോടെ കൂടുതലൊന്നും സംസാരിക്കാനില്ലാതെ പിള്ളേരും
അവരുടെ സംസാരം നിർത്തിക്കൊണ്ട് ആതിരയോട് ചെയ്ത തെറ്റുകളെ ഓർത്ത് മനസ്സാൽ മാപ്പ് ചോദിച്ചുകൊണ്ട് അവർ ആ സീറ്റിൽ ചാരിയിരുന്നു. ഏതാണ്ട് 3/4 മണിക്കൂർ കഴിഞ്ഞതും കാർത്തികേയന്റെ ജീപ്പ് മനോഹരമായ ഒരു വലിയ തറവാടിന്റെ മുൻപിൽ എത്തിച്ചേർന്നു. ഡി, ഇതാണ് ഈ കവലച്ചട്ടമ്പിയുടെ വീട്. ഇനി മുതൽ നിന്റെയും. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി. അത് കേട്ടതും അവളും ആ വണ്ടിയിൽ നിന്നും പതിയെ പുറത്തേക്കിറങ്ങി. അവൾ പുറത്തേക്കിറങ്ങുന്നത് കണ്ട് അവനും അവളുടെ അരികിലേക്ക് നടന്നെടുത്തു. അവൻ തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നത് കണ്ട് അവൾ അവനെ സംശയത്തോടെ ഒന്ന് നോക്കി. നിനക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകുമെന്ന് എനിക്കറിയാം. എല്ലാ സംശയങ്ങളും തീർത്തു തരേണ്ടത് എൻ്റെ കടമയാണ്. എന്നാൽ ഇപ്പം അതിനുള്ള സമയമല്ല. ആദ്യം മനസ്സിലുള്ള ഈ വേവലാതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നല്ല മനസ്സോടെ നമ്മുടെ ഈ കൊച്ചു സ്വർഗത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി വരാൻ നോക്ക്. അവൻ അവളെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവളും അതനുസരിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം ആ തറവാട്ടിലേക്ക് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. തുടരും.